അൽദഫ്ര വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബുദാബിയിലെ ബദർസാദിൽ നിന്നും 60 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കിട്ടുന്ന മുസൈറ എന്ന സ്ഥലത്തേക്കാണ് എനിക്ക് ഇന്ന് യാത്ര തിരിക്കാനുള്ളത്. യഥേഷ്ടം എല്ലാ വഴികളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ലിവയിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് കൊണ്ടാണ് വഴികളിലൊക്കെ ഇത്ര തിരക്ക്. റോഡിൻ്റെ ഈ വലതുവശത്ത് കാണുന്ന കൊടികളെല്ലാം പല കമ്പനികളുടെയും പരസ്യങ്ങളാണ്. അവിടെ ഫെസ്റ്റിവൽ നടക്കുന്നതിനാലാണ് ഇങ്ങനെ ഒരു പരസ്യം അവിടെ വെച്ചിട്ടുള്ളത്. ഡിസംബർ അവസാനത്തോടെ ഈ ഫെസ്റ്റിവൽ അവസാനിക്കും. ഈ വാഹനത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് അവിടെ ഇറക്കാനുള്ളതാണ്. അവർക്ക് ഇരിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളുമാണ് ഈ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ടുള്ളത്. ബദർസാദിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററോളമാണ് അവിടേക്കുള്ള ദൂരം. അത് ഇവിടെ കാണുന്ന ആ ബോർഡുകളിൽ കറക്റ്റ് എഴുതപ്പെട്ടിരിക്കുന്നു. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും വലിയ വലിയ വൈദ്യുതി കമ്പികൾ റോഡിലൂടെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നു. ഇവിടെ കൂടുതലായും വൈദ്യുതി ക്രമീകരിച്ചിരിക്കുന്നത് ഭൂമിക്കടിയിലൂടെയാണ്. ഈ കാണുന്ന വഴിയിലൂടെ വലതുവശത്തേക്ക് തിരിഞ്ഞ് ഒരു 10 മിനിറ്റ് റണ്ണിങ് ചെയ്താൽ നമുക്ക് ബദർസാദിൽ ഒട്ടക റേസ് നടത്തുന്ന സ്ഥലങ്ങളിൽ എത്താം. ഒരുവിധം നല്ല തിരക്കായിരിക്കും ഈ സീസണുകളിൽ ആ റോഡുകളിലൊക്കെ. റോഡിൻ്റെ ഇടതുവശത്ത് പരന്നു കിടക്കുന്ന മരുഭൂമി. ഇടയ്ക്കൊക്കെ ദൂരത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം 140 ഈ റോഡിൻ്റെ വേഗപരിമിതി. യഥേഷ്ടം ഇവിടേക്കുള്ള എല്ലാ റോഡുകളിലും ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വലതു സൈഡിൽ കാണുന്ന മരങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് പരിപാലിച്ചു പോരുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ ഇതിനുള്ളിൽ മാനുകളെ കാണാറുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇത്തിഹാദ് റെയിൽ. സൗദിയിൽ നിന്ന് നേരിട്ട് UAE ചരക്കുകൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആദ്യം ഇത് നിർമ്മിച്ചു തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ UAE പല എമിറേറ്റ്സിലും ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ 2030 ആകുമ്പോഴേക്കും ഇത് ജനങ്ങൾക്കും യാത്രാ സൗകര്യമായി ഒരുക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു. അസറിൻ്റെ സമയമായതിനാൽ ഒരു മസ്ജിദ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വാഹനം പതുക്കെ അവിടെ പാർക്ക് ചെയ്തു. ഒറ്റ നോട്ടത്തിൽ ഒരു പഴയ മസ്ജിദാണത്. ഗാരവനിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ മസ്ജിദ്. ആ പള്ളിയുടെ മുന്നിൽ തന്നെ പള്ളി പരിപാലിക്കുന്നവൻ നല്ല ചീരകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഞാനങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കയറി. ഏകദേശം ഒരു 20 ആൾക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു മസ്ജിദ്. കുറേ ആളുകൾ അപ്പോൾ അവിടെ നമസ്കരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ നമസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് വലിയ വലിയ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് അവരുടെ ഡ്രൈവർമാർ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് കയറിപ്പോകുന്നു.